അഡ്വക്കേറ്റ് സാഹിദ് റൂമി, തൃണമൂൽ കോൺഗ്രസ് പ്രതിനിധി. തൃണമൂലിനും ഈ സമയത്ത് അഭിനന്ദനങ്ങൾക്ക് അർഹതയുണ്ട്. കാരണം 19,760 വോട്ടുകൾ PV അൻവർ നേടി എന്നുള്ളത് ചെറിയ കാര്യമല്ല. അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് നേടിയതാണ്. തനിക്ക് കരുത്തുണ്ട് എന്ന് രണ്ട് കൂട്ടരെയും LDFിനെയും UDFിനെയും കാണിച്ചു കൊടുക്കുന്ന രൂപത്തിലുള്ള ഒരു നിൽപ്പായിരിക്കുന്നു അത്. പക്ഷേ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ ആരിടൻ ഷൗക്കത്തിനെ ഇഷ്ടമില്ലാത്തവരുടെ 10,000-ൽ പരം വോട്ട് LDFിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള വാദം ഇനി നിൽക്കുന്നതാണോ? അതിപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അതിൻ്റെ ക്ലാരിറ്റി ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അൻവർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ആ വോട്ട് കൂടി ഇല്ലായിരുന്നുവെങ്കിൽ സ്വരാജിൻ്റെ നില കേരളം കണ്ട ഏറ്റവും വലിയ പരാജയമാവുമായിരുന്നു. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് ദേശീയ തലത്തിൽ വലിയ തോതിൽ വളർന്നു വരുന്ന സംഘപരിവാർ ഫാസിസം. ആ സംഘപരിവാർ ഫാസിസത്തെ എതിർക്കുന്ന മുഴുവൻ ആളുകളെയും ചേർത്ത് നിർത്തുക, അതിൽ ലെഫ്റ്റ് എടുക്കേണ്ട ഒരു സ്റ്റാൻഡിനെ കുറിച്ച് ആദ്യം ആശങ്ക ഉന്നയിച്ചാണ് അദ്ദേഹം പുറത്തു വരുന്നത്. ലെഫ്റ്റ് ഇപ്പോഴും കേരളത്തിലെ മുസ്ലിം തീവ്രവാദമാണ് പ്രശ്നം, ജമാഅത്തെ ഇസ്ലാമിയാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞു വെക്കുകയും ദേശീയ തലത്തിൽ പശുവിൻ്റെ രാഷ്ട്രീയ അടക്കം ദേശീയ തലത്തിൽ വലിയ തോതിലുള്ള മുസ്ലിം വിരുദ്ധത അല്ലെങ്കിൽ ന്യൂനപക്ഷ വിരുദ്ധത സംഘപരിവാർ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അതിൽ അശേഷം ഒരാശങ്കയില്ലാതെ മുന്നോട്ട് പോവുകയും തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് വരെ ഞങ്ങളിവിടെ RSSുമായിട്ട് കൈകോർത്തിട്ടുണ്ട്, വളരെ വളരെ കൂളായിട്ട് കേരളത്തിൽ പറയുകയാണ് ഞങ്ങൾ കൈകോർത്ത്, അതിലെന്തിനാ വിവാദമാക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ചോദ്യം ചോദിച്ച് കേരളത്തിൻ്റെ മതേതര മനസ്സിനെ പുച്ഛിക്കുന്ന ഒരു രാഷ്ട്രീയം ഇവിടെ ഇടതുപക്ഷം ഉയർത്തിയപ്പോഴാണ് അതിനെതിരെയാണ് അൻവർ രംഗത്ത് വന്നത്. ആ അൻവർ പറഞ്ഞ കാര്യങ്ങൾ നിലമ്പൂരിലെ ജനത അംഗീകരിച്ചിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ഒറ്റക്ക് നിന്ന് എല്ലാ മുന്നണികളെയും എല്ലാ സംവിധാനങ്ങളെയും എതിർത്ത് 20,000 വോട്ട് നേടാൻ കഴിയുന്ന ഏത് നേതാവെന്ന് കേരളത്തിലുള്ളത്? അൻവർ അല്ലാതെ മറ്റൊരു നേതാവില്ല, ഉറപ്പിച്ച് പറയാൻ കഴിയും. മുന്നണികളുടെ പിൻബലമൊന്നുമില്ലാതെ അൻവറിന് തെളിയിക്കേണ്ടിയിരുന്ന അതാണ്, അത് അൻവർ തെളിയിച്ചു. ഇനിയുള്ള രാഷ്ട്രീയത്തെ എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെയും ഈ മലബാറിൻ്റെ രാഷ്ട്രീയത്തെയും ഞങ്ങൾ ഉയർത്തിയ രാഷ്ട്രീയമാണ് അവിടെ UDF പറഞ്ഞത്. അവിടെ UDFന് പറയാനുണ്ടായിരുന്ന പിണറായിസം ആരാണ് ഇവിടെ ആദ്യം പറഞ്ഞത്? UDFന് പറയാനുണ്ടായിരുന്ന പോലീസിലെ സംഘപരിവാർ വൽക്കരണം ആരാണ് ആദ്യം അത് ഉയർത്തിയത്? അതിവിടെ കേരളത്തിൽ ഇത്ര വലിയ ചർച്ചയായത് അൻവർ പറഞ്ഞതുകൊണ്ടാണ്. CPMന് കിട്ടിയിരിക്കുന്ന 66,670 വോട്ട്, M സ്വരാജിന് കിട്ടിയിരിക്കുന്ന 66,670 വോട്ട് എന്ന് പറയുന്നത് അവിടെ CPMനുണ്ട് എന്ന് പറയുന്ന വോട്ടാണ്. അത് നഷ്ടപ്പെട്ടിട്ടില്ല എന്നൊരു വാദം അവർ പറയുന്നുണ്ട്. അപ്പോൾ ആർക്ക് കോട്ടം ഉണ്ടാക്കിയിരിക്കുന്നു PV അൻവർ എന്ന ചോദ്യമുണ്ടല്ലോ. അല്ല, ഈ 20,000 വോട്ട് എന്ന് പറയുന്നത് പിന്നെ ആകാശത്ത് നിന്ന് മാലാഖമാര് ചെയ്ത് വന്ന് വോട്ടാണല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കും. ഞങ്ങൾ ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് സ്വരാജിന്റെ 66,000 അവിടെ നിൽക്കട്ടെ. ഒറ്റ മിനിറ്റ് നമ്മളിവിടെ ചോദ്യം അതല്ല. നമ്മളെ ചോദ്യം ഈ അൻവറിൻ്റെ 20,000 വോട്ട് പ്ലസ് UDFിൻ്റെ 11,000 വോട്ട്, പിന്നെ അൻവറും UDFും ചേർന്ന് നിന്നിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്ന വോട്ട്, അങ്ങനെ ഒരു 40,000 വോട്ടിന് ജയിക്കാവുന്ന സാഹചര്യം UDF ഒഴിവാക്കി എന്നാണ് അൻവർ പറഞ്ഞത്. ആ സാഹചര്യത്തെയാണ് ഞങ്ങളിവിടെ മുന്നോട്ട് വെക്കാൻ ശ്രമിച്ചിരുന്ന രാഷ്ട്രീയം. അതാണ് ഇന്നിവിടെ ചർച്ച ചെയ്യേണ്ടത്. UDF വിജയിച്ചു, കാരണം ഞങ്ങൾ ഉയർത്തിയ അഡ്വക്കേറ്റ് സാഹിദ് റൂമി, നിങ്ങൾ അങ്ങനെ ഒരു ചർച്ച മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിൽ ഒരുമിച്ച് ചേർന്നിരുന്നെങ്കിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാമായിരുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ, നിങ്ങൾ ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ ഒരു വിജയം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് PV അൻവർ സ്വാഭാവികമായി എടുത്തിട്ട് പോകും. എൻ്റെ കൂടെ നിന്നതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ കൂടെ വന്നതുകൊണ്ട് കിട്ടിയ നേട്ടം എന്ന് അതിനെ പറയും. ഇതിപ്പോൾ എന്താണ്? ഇതിപ്പോൾ UDFന് സ്വന്തം നിലയ്ക്ക് അൻവർ ഇല്ലാതെ വിജയിക്കാൻ കഴിയും എന്ന് തെളിയിക്കുന്നു. അപ്പുറത്ത് അൻവറിൻ്റെ സ്വാധീനവും എത്രത്തോളം വോട്ട് പിടിക്കാനാകുമെന്നുള്ളത് അൻവറിനും തെളിയിക്കാനായിരിക്കുന്നു. രണ്ടു കൂട്ടർക്കും തെളിയിക്കാനായി. ഇതങ്ങനെ തെളിയിക്കേണ്ട ഒരു സാഹചര്യം അൻവർ സൃഷ്ടിച്ചു എന്നൊരു കാര്യം കൂടി ഉണ്ടല്ലോ. അല്ല, അൻവർ സൃഷ്ടിച്ചതുകൊണ്ട് അൻവറിന് തെളിയിക്കാൻ കഴിഞ്ഞല്ലോ. അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ അല്ലെ? അൻവർ ശക്തി തെളിയിച്ചു എന്നുള്ളത് സ്മൃതി അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ ഇനി അതിന്റെ തുടർച്ച നാം പറയാം. അൻവർ ഇല്ലാതെ തീർച്ചയായിട്ടും അപ്പൊ അതിന്റെ തുടർച്ച ഇനി ഞാൻ പറയാം. അൻവർ ഇല്ലാതെ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും CPM പറഞ്ഞുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഇതാ പാർട്ടി ചിഹ്നം വന്നിരിക്കുന്നു, ഇനി സ്വതന്ത്രന്മാരെ ആവശ്യമില്ല, പാർട്ടി ചിഹ്നം വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിൽ CPM കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്ന ആളാണ്. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് സ്വരാജ്. സ്വന്തം ബൂത്തിൽ ജയിക്കാൻ കഴിയുന്നില്ല,
സ്വന്തം പഞ്ചായത്തിൽ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അങ്ങനത്തെ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഈ പാർട്ടിക്ക് ഉണ്ടാകുന്നു. അതിന് പകരം ജനങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ച് അതുമായി മുന്നോട്ട് പോകണമെന്നാണ് അൻവർ പറഞ്ഞത്. അൻവർ ഇവിടെ ശക്തമായ സ്വാധീനമുണ്ട്. അൻവറിന് പലതും രാഷ്ട്രീയത്തിൽ ചെയ്യാൻ കഴിയും. ഞങ്ങൾ തൃണമൂൽ കോൺഗ്രസിനോട് യോജിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുന്നത്, കാളിഗഞ്ചിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അവിടെ 40,000 ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. BJP-യുമായി നേരിട്ട് ഏറ്റുമുട്ടി. ഇന്ത്യയിലാകെ ഇന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് നോക്കൂ. 5 ഉപതെരഞ്ഞെടുപ്പ് നടന്നു. 4 BJP ഇതര കക്ഷികളാണ്. അപ്പോൾ BJP-ക്കെതിരെ രാജ്യത്തൊരു മൂവ്മെന്റ് ഉണ്ടാവുമ്പോൾ അതിനെക്കുറിച്ച് മുണ്ടാതെ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം സ്വരാജ് അപ്പർ ക്ലാസ് ഹിന്ദു കാൻഡിഡേറ്റ് ആയതുകൊണ്ട് തലേ ദിവസം ഞങ്ങൾ RSSന്റെ കൂടെ ചേർന്നിരുന്നു എന്നതിൽ ഗൃഹാതുരത്വം, നേരത്തെ ഷിബു പറഞ്ഞ പോലെ ഗൃഹാതുരത്വത്തിൽ അഭിരമിക്കുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഉണ്ടാകുന്ന കാലം തന്നെ വലിയ അപകടമല്ലേ? ഒന്ന് പറയൂ സ്മൃതി, അതല്ലേ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അവർക്ക് നൽകുന്ന മറുപടി? CPM